അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഒക്കെ മലയാളത്തിലാണ് നമ്മുടെ വാക്കുകളും പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ആവർത്തിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസാദ് പാസ്റ്റർ, പ്രിയപ്പെട്ട വിജയപ്രകാശ് പാസ്റ്റർ, സ്റ്റാൻലി പാസ്റ്റർ, പ്രത്യേകിച്ച് നമ്മുടെ മോഹൻലാൽ പാസ്റ്റർ, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ ദാനി പാസ്റ്റർ, ബിനു പാസ്റ്റർ, ശിവ് പാസ്റ്റർ, മറ്റെല്ലാ പാസ്റ്റേഴ്സ്, ഇവിടെ വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാം ഹൃദയം നിറഞ്ഞിട്ടുള്ള സ്നേഹബന്ധനം അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ഡേവിഡ് പാസ്റ്ററെയും കർത്താവിൻ്റെ ദാസിയെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്ന് ഈ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെയൊരു ആത്മീയ മീറ്റിംഗ് ഇവിടെ ഇങ്ങനെ ക്രമീകരണം ചെയ്യുവാനായിട്ട് ദൈവം അവസരമൊരുക്കി. അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിട്ടുള്ള രക്ഷിക്കപ്പെട്ടിട്ടുള്ള കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ രുചിച്ചിട്ടുള്ള ദൈവമക്കളാണ് ഈ രാത്രി ഇവിടെ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ളത്, ഇല്ലേ? ചിലപ്പോൾ അവിചാരിതമായി ചിലരെങ്കിലും വെളിയിൽ നിന്ന് ഒരു പക്ഷേ ഈ രാത്രി മീറ്റിംഗ് വന്ന് സംബന്ധിച്ചവരും കാണാം. ചിലർ തീരുമാനമെടുക്കാതെ മാറി നിൽക്കുന്നവരും കാണാം. അതിനുമായിക്കൊള്ളട്ടെ, നല്ല തീരുമാനങ്ങളോടെ നല്ല കർത്താവിനെ നമുക്ക് സേവിച്ച് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പറഞ്ഞെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ആ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നോക്കിയേ, വളരെ വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കം. അങ്ങനെ ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അല്ലേ? നിങ്ങൾ ഓർക്കണം, അതിനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം കർത്താവ് പറയുന്ന, അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ ഒരു പൊരുളാണ്, അല്ലെങ്കിൽ ആ പഠനത്തിൻ്റെ ഫിനിഷിങ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അനേകരാണ് തെരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ദിവസം ഈ വചനം ശരിക്കും മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നിൽക്കണം. ആ ചുരുക്കത്തിൻ്റെ കൂട്ടത്തിൽ, പുരുഷാരത്തിൻ്റെ കാര്യത്തിലല്ല, ആ ചുരുക്കത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളുമായി തീരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകതയൊന്നുമുള്ള ആളല്ല. നിങ്ങളോട് കൂടെ നമ്മുടെ ഈ നാട്ടിൽ തന്നെയൊക്കെ ഇതിൻ്റെ പരിസരത്തിലൊക്കെ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനെ അറിയുവാനായിട്ടുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നു. ഇന്ന് രാത്രി അതെല്ലാം ജീവിതത്തിൽ ദൈവം തന്ന ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വിശ്വസോ, ഞാനിപ്പോഴും ഓർക്കുന്നു, 1979 യേശു കർത്താവിനെ എനിക്ക് അറിയാനായിട്ടുള്ള ഭാഗ്യം ജീവിതത്തിലുണ്ടായത്. കാലഘട്ടങ്ങളിൽ യേശു കർത്താവിൻ്റെ വചനം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വന്നു, യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ കഴിയത്തുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം സൂചിപ്പിക്കുന്ന എൻ്റെ കുടുംബം എൻ്റെ ഭവനം ഒരു സമാധാനമുള്ള ഭവനമായിരുന്നില്ല, സന്തോഷമുള്ളൊരു ഭവനമായിരുന്നില്ല. വളരെ നിരാശജനകമായ ജീവിതത്തിലൂടെ മുമ്പോട്ട് പോയൊരു സാഹചര്യമായിരുന്നു എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഒരു കാര്യം ഓർക്കണം. എൻ്റെ പിതാവ് ഒരു ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപാനത്തിൻ്റെ വലിയ കൊടും സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോയി കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ട് വളരെ സങ്കടപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യത്തിൽ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട അമ്മച്ചി യേശു കർത്താവിനെ ശരിയായി മനസ്സിലാക്കി അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മോക്ഷം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു അമ്മച്ചി എൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവർ ഞങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിനുശേഷമായി ശാന്തമായി എൻ്റെ വീട്ടിൽ സുവിശേഷം പറയാൻ തുടങ്ങി. ആ സുവിശേഷമൊക്കെ എൻ്റെ വീട്ടിൽ വേണ്ട രീതിയിൽ സ്വീകരിക്കാനുള്ള മനസ്സ് അക്കാലത്ത് ഉണ്ടായില്ല. എൻ്റെ പിതാവ് ഒരു ഭയങ്കര മദ്യപാനിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസ സമയത്തൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓർക്കുന്ന പ്രിയപ്പെട്ട ഏതെങ്കിലും നിലകളിൽ അങ്ങനെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, എന്നെ വിടുവിച്ച ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. എന്നെ സ്നേഹിച്ച കർത്താവിന് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും. എന്നെ ഉയർത്തിയ ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാൻ കഴിയും. ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കണം. നമ്മുടെ ഈ രാത്രി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇതുവരെയൊക്കെ നമ്മുടെ ലോകപ്രകാരം ഓടി നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ക്ഷണീകമാണ് കേട്ടോ. നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല, അല്ലേ? വൈദ്യശാസ്ത്രമൊക്കെ ഇങ്ങനെ തലകുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയാതെ പോവുകയാണ്. നോക്കി അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അവിടെയൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ
ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നാൽ, യേശു കർത്താവിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ, നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ കരുതലുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ഭവനത്തിൽ ദൈവം നമുക്ക് നൽകി തരും. പ്രിയസലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു, കർത്താവിനെ അറിഞ്ഞിട്ടുള്ള ദൈവങ്ങൾ ശാന്തമായിട്ടിരിക്കരുത്. അറിഞ്ഞതിനെ കുറിച്ച് മറ്റു പലരോടും പറഞ്ഞ്, സാക്ഷ്യങ്ങൾ പറഞ്ഞ് ദൈവകൃപയിലേക്ക് നേരെ കൊണ്ടുവരുവാനായിട്ട് എല്ലാവരും ഉത്സാഹിക്കണം. ഈ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്റർ കുടുംബമുണ്ട്. കത്രിദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്ററോട് നിങ്ങൾ ചേർന്ന് നിന്ന് യേശു കർത്താവിനെ കുറിച്ച് നന്നായി പറയണം. പ്രിയസലോ, പ്രാർത്ഥനയെ നിങ്ങൾ ചർച്ചിനെ നിങ്ങൾ പരിചയപ്പെടുത്തണം. ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഉത്സാഹിപ്പിക്കണം. നമ്മൾ എല്ലാവരും ദൈവരാജ്യത്തിന് വേണ്ടി കൂട്ടുകാരെ, സ്നേഹിതരെ ഈ സന്ധിയിലേക്ക് നമ്മൾ വിളിക്കണം കേട്ടോ. വിളിച്ചു വരുത്തി നമ്മൾ ആ ദൈവിക സന്തോഷം ശരിക്കും മനസ്സിലാക്കി കൃപയിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, ആ പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് സ്വീകരിക്കാൻ മനസ്സിലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ പ്രിയപ്പെട്ട മാതാവിന്റെ പ്രാർത്ഥന എന്റെ കുടുംബത്തെ ഇളക്കി മറിക്കുവാനായിട്ട് തീർന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ വീട് വിട്ടു പോയി. വീട്ടിൽ ഒത്തിരി സങ്കടകരമായ സാഹചര്യങ്ങളുണ്ടായി. ചില വർഷങ്ങൾ എൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് ഒരു അറിവുണ്ടായില്ല. പത്രങ്ങളിലൊക്കെ കൊടുത്തു നോക്കി, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു നോക്കി, ഒരറിവില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്നത് പോലെ നേർച്ചകൾ ചെയ്യും, കാഴ്ചകൾ ചെയ്യും, പല കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ ഞങ്ങളും ചെയ്തു നോക്കിയതാണ്. പക്ഷേ ജ്യേഷ്ഠനെ കുറിച്ച് ഒരു അറിവുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്കാരും വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളോട് കൃത്യമായിട്ട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ജ്യേഷ്ഠൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനായിട്ട് എൻ്റെ പിതാവ് ഇങ്ങനെയുള്ള പെന്തിക്കോസ്ത് മീറ്റിംഗ് കാണാനായിട്ട് ആ വാത്സല്യ അമ്മച്ചിയുടെ വീട്ടിൽ കടന്നുപോയതാണ്. ഇന്ന് രാത്രി നിങ്ങൾ വന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട് കേട്ടോ. ദൈവത്തിന് നിങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ കുടുംബത്തിൽ ചില ദൈവപ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുക. കുടുംബത്തെ ദൈവം പണിയുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിനെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ മുറിവുകളെ കെട്ടുവാൻ ആഗ്രഹിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. മനസ്സോടെ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് നീക്കുപോക്കൾ തരാൻ കഴിയാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. ഞാൻ ഇതിനകത്ത് ഒരു കഥ പറഞ്ഞതിന്റെ പര്യവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ ഞാൻ എന്റെ അനുഭവം പറഞ്ഞത്, നല്ലൊരു കാര്യം ഓർക്കണം. അവിടുന്ന് ദൈവദാസൻ വന്ന് എന്റെ പിതാവിനോട് ശാന്തമായി ദൈവത്തിനെ പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളൊരു തീരുമാനമെടുക്കണം. യേശുവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വരാൻ അവസരം കൊടുക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കണം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പല കാര്യങ്ങളുണ്ട്, അത് വലിച്ചു പുറത്തു കളയണം. എന്നിട്ട് ദൈവത്തിന് നിങ്ങൾ സ്ഥാനം കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വരുവാനായിട്ട് തരും. നിങ്ങൾ അറിഞ്ഞ പ്രിയപ്പെട്ടവരെ, എന്റെ പിതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല, ഇന്നേക്ക് 40 ദിവസം നിന്റെ മകന്റെ കത്ത് വീട്ടിൽ വരും. ചില ദിവസം കഴിയുമ്പോൾ നിന്റെ മകൻ വീട്ടിലേക്ക് വരും. ഞാൻ എന്നെ ഓർക്കുന്നുണ്ട്, എന്റെ പിതാവിനെ കണ്ടു, ഈ യോഗത്തിൽ കേട്ടു, ശാന്തമായിട്ട് അവിടെ ഇരുന്നു, മനസ്സിലത് കുറിച്ചു. അപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ട് സംശയപരമായി തോന്നി, ഒരു വീട്ടിലേക്ക് ഒരു കത്ത് വരാൻ 40 ദിവസം വേണ്ടി വരുമോ എന്നാ പാസ്റ്ററോട് ചോദിച്ചു. പിന്നെ സംശയിക്കാൻ വീട്ടിലേക്ക് പോന്നു. നല്ലൊരു കാര്യം ഓർക്കണം, നിങ്ങൾ ഓർക്കണം, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നമ്മുടെ ഗ്രാമത്തിന്റെ കാവൽക്കാരായിരിക്കുന്ന വിശ്വാസികൾ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ പൂപ്പാറയുടെ കാവൽക്കാരാണ് ഞാൻ, ഈ ദേശത്തിന്റെ കാവൽക്കാരനാണ് ഞാന്, സ്നേഹിതന്റെ കാവൽക്കാരനാണ് ഞാന്, എന്റെ സുഹൃത്തിന്റെ കാവൽക്കാരനാണ് ഞാന്. സുഹൃത്തിനെ കണ്ടിട്ട് ചിരിച്ചു വിടരുത്. സുഹൃത്തിനോട് യേശുവിനെ കുറിച്ച് പറയണം. സുഹൃത്തിനെ കൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. സുഹൃത്തിനോട് ദൈവവചനം പറയണം കേട്ടോ. സുഹൃത്തിനോട് ദൈവത്തിന്റെ വചനം പറയണം. അവരെ ചർച്ചിലേക്ക് വിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സംഭവം ഉണ്ടായി. ഈ പ്രിയപ്പെട്ട അമ്മച്ചി ചെയ്തൊരു കാര്യം എൻ്റെ വീടിന് വേണ്ടി അന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 39 ദിവസം വീട്ടിൽ കത്തൊന്നും വന്നില്ലെങ്കിലും 39ാമത്തെ ദിവസം ഈ അമ്മച്ചിയോട് വളരെ ദേഷ്യപ്പെട്ട പിതാവ് സംസാരിച്ചു. നിങ്ങൾ നോക്കിയാൽ ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നിട്ട് ഒരു അത്ഭുതവും കാണാൻ പറ്റിയില്ല, എൻ്റെ മകന്റെ കത്ത് വന്നിട്ടില്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ അമ്മച്ചി 39 ദിവസവും ഒരു നേരം ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള സമയങ്ങൾ ഉപവസിച്ച് എൻ്റെ വീടിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
ദൈവം വാക്ക് പറഞ്ഞാൽ ദൈവം ഒന്നും വ്യതിയാനപ്പെടുത്തത്തില്ല. ദൈവം വിടിവിക്കും എന്ന് പറഞ്ഞാൽ വിടിവിക്കും, സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും, നിന്നെ ഉയർത്തും എന്ന് പറഞ്ഞാൽ ഉയർത്തും, നിന്റെ ജീവിതത്തിൽ വലിയ വഴികൾ തുറക്കും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യും. മനസ്സോടെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? ദൈവം പ്രവർത്തിക്കുന്നവനാ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കണം, 40-ാം ദിവസം പറഞ്ഞതുപോലെ അത്ഭുതം എന്റെ വീട്ടിലുണ്ടായി. എന്റെ ജ്യേഷ്ഠന്റെ കത്ത് വന്നു. എന്റെ പിതാവിനെ ദൈവം സന്ദർശിച്ചു. പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി, സങ്കടപ്പെടുവാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി. ദൈവം വസിക്കുവാൻ അവസരങ്ങൾ കൊടുത്തു. ദൈവം എന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റി, സമാധാനം എനിക്ക് ആദ്യങ്ങളുടെ ഭവനത്തിൽ നൽകി. എന്റെ ജ്യേഷ്ഠനെ ദൈവം മടക്കി വരുത്തി, എന്റെ മാതാവിനെ ദൈവം സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൽ പറഞ്ഞു പോലെ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മിഷൻ പ്രവർത്തനം വരുവാനായിട്ട് തീർത്തുന്നത്. കഴിഞ്ഞ 39 വർഷമായി കർത്താവിന്റെ വേലയിൽ കർത്താവിനെ സേവിച്ച് കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. പൂപ്പാറയിൽ ഈ വീട്ടിലും യേശുവിനെ കുറിച്ച് പറയുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2025 നമ്മെ വിട്ടു പോകാൻ പോവുകയാണ്. സ്വോത്രം. വിശ്വാസികളോടെല്ലാം പറയും 2025 നമ്മളെ വിട്ടു പോകാൻ പോവുകയാണ്. 2026 നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. സ്വോത്രം. എത്ര പേര് ഞാനൊരു മഹിമയുടെ സാക്ഷിയാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ കർത്താവിന്റെ സാക്ഷിയാണ് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? കർത്താവിനെ ഞാൻ സേവിക്കുന്ന ദൈവത്തിനാണെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പ് വരുത്തി പോകാൻ ഇടയായിത്തീരട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയട്ടെ. സാക്ഷികൾ സാക്ഷ്യം പറയാത്തത് കൊണ്ട്, കേട്ടോ, സാക്ഷികൾ സാക്ഷ്യം പറയാത്തത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വെള്ളത്തൂരിലുള്ളതാണ് ലാവലിൻ എന്ന് പറഞ്ഞൊരു പവർ ഹൗസ് ഉണ്ട് ഇവിടെ ഇടുക്കി ജില്ലയിൽ. കഴിഞ്ഞ 25 വർഷമായിട്ട് അത് കോടതിയിൽ എൻ്റെ കേസ് കിടക്കില്ല. എൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷികൾ കാലുമാറി. സാക്ഷികൾ കാലുമാറിയത് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിധിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഓർക്കണം, എത്ര സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, ആള് മരിച്ചിട്ടും കോടതിക്കൊന്നും ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവം പ്രവർത്തിക്കുന്ന ആരാണെന്നറിയാവോ? ദൈവത്തിന്റെ അംബാസഡർമാരായി ഇരിക്കുന്നത്. നമ്മൾ കാര്യം മാറരുത്. നീ സാക്ഷിയായി നിൽക്കണം. ദൈവം ചെയ്ത ഉപകാരം മറ്റുള്ളവരോട് പറയണം. നിന്റെ ആത്മാർത്ഥത ദൈവം കാണണം. നിന്റെ സ്നേഹം ദൈവത്തിന് അറിയണം. ദൈവമായിട്ടുള്ള ബന്ധം ദൈവത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദേശത്ത് ചെയ്യാൻ ചില അത്ഭുതങ്ങൾ ചെയ്യും. സ്വോത്രം. ഇവിടെ ഇരിക്കുന്നവരോടെല്ലാം പറഞ്ഞ് ഈ 2026 നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കണം. എത്ര പേരോട് കർത്താവിനെ കുറിച്ച് പറയും? എത്ര പേര് സാക്ഷ്യം പറയും? എത്ര പേര് കർത്താവിനെ ഉയർത്തും? തീരുമാനമെടുത്ത് പോകാമോ? ദൈവം അനുഗ്രഹിക്കും കേട്ടോ. പാക്കേജ് ദൈവം വീട്ടിൽ ദൈവം ചിലത് ചെയ്യുമെന്ന് കേട്ടോ. പാക്കേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് സാക്ഷ്യം പറഞ്ഞു പോകണം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ ദാനിപ്പാസ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ ദാനിപ്പാസ് ഇരിപ്പുണ്ട്. ഞാൻ ദാനിപ്പാസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ദാനിപ്പാസ് എൻ്റെ വീട്ടിൽ വരും. എന്നുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ പലപ്പോഴും വിളിക്കാറുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ ഒരു പ്രതിഫലവും കൊടുത്തിട്ടില്ല. ഒരു പ്രതിഫലവും കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ ഒരു തീരുമാനമെടുത്തു, എനിക്കൊരു നല്ല യാത്ര ഞാൻ പോവുകയാണ്. ഈ ദാനിപ്പാസിനെ ഒന്ന് ഓർക്കണം. ദാനിപ്പാസ് പോലും അതെന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്നെ ഇത് എയർപോർട്ട് വരെ കൊണ്ടുവന്നിരിക്കട്ടെ. എയർപോർട്ടിൽ വരെ കൊണ്ടുവന്നു. അപ്പം ഞാൻ പോകാൻ നേരം ആയി കഴിഞ്ഞപ്പോൾ ഒരു ചെക്ക് എഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോയി. ദാനിപ്പാസേ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ എന്നെ പിൻപറ്റി, ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇത് ചെയ്യാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചു, തരുന്നു. ദാനിപ്പാസ് അത് പോക്കറ്റ് വെച്ച് വീട്ടിൽ വന്ന് അത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്പരന്ന് പോയി. തൻ്റെ തലമുറയ്ക്ക് വേണ്ടി, തൻ്റെ ഭവനത്തിന് വേണ്ടി, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദീർഘവർഷത്തെ ഒരു വിഷയത്തിൻ്റെ ഒരു മറുപടി. സ്വോത്രം. നീ ഉഴപ്പി നടന്ന ദൈവം ഈ അനുഗ്രഹം വീട്ടിൽ വരത്തില്ല. നീ കർത്താവിനെ നന്നായി സ്നേഹിച്ചാൽ, തികഞ്ഞ സ്നേഹം കർത്താവിനോടുണ്ടെങ്കിൽ, ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ ആർക്കും അറിയത്തില്ലെന്ന്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വഴികൾ അത് ആർക്കും അറിയത്തില്ലെന്ന്.
സ്വോത്രം, സ്വോത്രം. അതുകൊണ്ട് ദൈവങ്ങളെ, എന്നെ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വീക്ഷിക്കുന്ന ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാനിടയാകട്ടെ, ആത്മാർത്ഥമായി സ്നേഹിക്കാനിടയാകട്ടെ. ഇനി ഞാൻ കാര്യങ്ങളിലേക്ക് വരിക. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ അവർക്ക് വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കം. ആ ചുരുക്കം വളരെ ചുരുക്കമുള്ള ഒരു ഗ്രൂപ്പാണ്. ചുരുക്കം പേരെ പോകത്തുള്ളൂ കർത്താവിൻ്റെ വരവിൽ കേട്ടോ. ആ ചുരുക്കത്തിൽ ഞാൻ കാണണം. സ്വതന്ത്രം. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഈ നാട്ടിൽ ആൾക്കാരുണ്ട്. അവരോടെല്ലാം ഈ സന്ദേശം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും ഇത് കേൾക്കാതിരിക്കാൻ പാടില്ല, അല്ലേ? ഈ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനൊരു മീറ്റിംഗ് നമ്മൾ ക്രമീകരിച്ചതിൻ്റെ ഒരു ആത്മഭാരം എന്താ? ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എൻ്റെ മറ്റു പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ എന്ത് ചെയ്യണം? അറിയണം, അല്ലേ? നമ്മൾ അതുകൊണ്ടായി തണുപ്പൊക്കെ അടിച്ച് നിങ്ങൾ വന്നതിൽ അഭിനന്ദനം പറയുകയാണ്. ഞാൻ വീട്ടിൽ കിടന്നൊന്നും ഉറങ്ങിയില്ലല്ലോ. വിശലോ നിങ്ങൾക്കറിയാം, ഞാൻ ഈ മീറ്റിങ്ങിന് എനിക്ക് സന്തോഷമൊന്നും ഇവിടെ വന്ന് അല്പസമയം പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. എൻ്റെ വീട്ടിൽ ഞാൻ വെള്ളിയാഴ്ച നമ്മുടെ പാസേജ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നു, ചില ക്രമീകരണങ്ങൾ ചെയ്തു. ഞാൻ രാത്രി 8:30 വണ്ടിയെടുത്തു, യാത്ര ചെയ്തു. രാത്രി 1:30 ഞാൻ തിരുവല്ല കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തി. അവിടെ രാത്രി അല്പസമയം കിടന്നു. അതിവെളുപ്പിന് ഓടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പുനരൂർക്കപ്പുറത്ത് നമ്മുടെ ഏരിയയിലുള്ള സോണിൻ്റെ ഒരു വലിയ മീറ്റിംഗ് നടക്കുകയാണ്. ഒക്കെ വലിയ ഉന്നതന്മാരായ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെല്ലാം നടക്കുന്ന നമ്മുടെ 2 റീജിയനുടെയും പ്രധാനപ്പെട്ട വലിയൊരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് വൈകിട്ട് 5 മണിക്ക് വീണ്ടും യാത്ര ചെയ്തു. റാന്നിയിൽ വന്നു. റാന്നിയിലെ മീറ്റിംഗ് കഴിഞ്ഞു. വീണ്ടും ഞാൻ വീട്ടിൽ വന്നു. ഇന്ന് രാവിലെ യാത്ര തുടങ്ങി. എന്നാലും മനസ്സിലെല്ലാം ഈ മീറ്റിങ്ങിനെ കുറിച്ച് വലിയ ചിന്തയാണ്. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, നിനക്ക് എത്ര തിരക്കാണെങ്കിലും ദൈവത്തിന് വേണ്ടിയുള്ള സമയങ്ങൾ ചെലവിട്ടാൽ ദൈവം നമ്മെ ഓർക്കും. സ്വതന്ത്രം. നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ സമയമൊന്നും കളയാനില്ല, സന്ദർഭം കളയാനില്ല, കൂട്ടായ്മ കളയാനില്ല, ആരാധന മാറ്റിവെക്കാൻ പറ്റത്തില്ല, സമയങ്ങൾ കളയാനില്ല. എല്ലാ സമയങ്ങളും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഉത്സാഹത്തോടെ ദൈവത്തെ സേവിക്കുവാൻ ഇടയായി തീരട്ടെ. ചുരുക്കത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണും. ലോകത്തിൽ വലിയ വാർത്ത വരാൻ പോവുകയാണ്. ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുവാനില്ല. അതിന്റെ ലക്ഷണങ്ങൾ നടക്കുകയാണ്, അതിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്, അല്ലേ? അത് നോക്കിയേ, ലോകത്തിൽ സംഭവിക്കാൻ പോകുക. ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുകയാണ്. ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുകയാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ല, പുത്രൻ പോലും അറിയുന്നില്ല, ദൂതന്മാർ അറിയുന്നില്ല. കാര്യങ്ങളുടെ ഒരുക്കം നടക്കുമ്പോൾ ഇവിടെ കാഹളത്തിന്റെ ശബ്ദം വരും. മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ഇവരോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കപ്പെടും. അന്നേരം ഇവിടുന്ന് ഒരു ചുരുക്കം ഒരു കൂട്ടം ജനം ഇവിടുന്ന് എന്ത് ചെയ്യും? മാറ്റപ്പെടും. ദൈവമക്കളെ, കാര്യത്തിലേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ പലപ്പോഴും ഈ ആത്മീയ കാര്യത്തിന് സീരിയസ്നെസ് കൊടുക്കാറില്ല, ഗൗരവം കൊടുക്കാറില്ല. ഞാൻ നിങ്ങളും പ്രസംഗിക്കുന്ന കർത്താവിന്റെ വചനത്തെ കുറിച്ച് ഉള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. വളരെ ഗൗരവത്തോടെ, ഇതാണ് സത്യം, ഇതിനപ്പുറത്തൊരു സത്യമില്ല, ഇതാണ് യാഥാർത്ഥ്യം, യാഥാർത്ഥ്യത്തിനപ്പുറത്തൊരു മറ്റൊന്നില്ല. ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി വില കൊടുത്ത് കർത്താവിനെ നന്നായി സ്നേഹിച്ച് നിൽക്കുവാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതൊരു കഥ പറയുകയാണ്. നോക്കിക്കേ, യേശുക്രിസ്തു എല്ലാ ഉപമകളിലൂടെയാണ് സംസാരിച്ചിട്ടുള്ളത്, അല്ലേ? എത്ര ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഉപമയാണ്. ഒരു രാജാവിന് ഒരു മകനുണ്ടായിരുന്നു. ആ മകന്റെ ഒരു വിവാഹം നടക്കാൻ പോകുന്നു. അപ്പോൾ ദാസന്മാരെ വിളിച്ചു, നിങ്ങൾ പറയണം, ഈ രാജാവിന്റെ മകന്റെ കല്യാണത്തിന് എല്ലാവരോടും വരാനായിട്ട് പറയണം. അങ്ങനെയല്ലേ പറഞ്ഞു? എല്ലാവരോടും വരാൻ പറയണം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ പരിസരത്തെല്ലാം പരസ്യവും നടന്നു, ട്രാക്ട് കൊടുത്തു, ഇവിടെ സുവിശേഷവും നടക്കപ്പെടുന്നു പറഞ്ഞു, അല്ലേ? അത് പറയണം, അത് പറയാനാണ് അമ്മ ആക്കിയിരിക്കുന്നത്.
ആണോ? ഞാൻ നിങ്ങളൊന്ന് പറയണം, ഇത് ഒരു വലിയ സദ്യയായത്, ഇതൊരു വലിയ വിരുന്നാണ്. എത്ര പേര് അതിന് സന്തോഷിക്കുന്നുണ്ട്? സങ്കടപ്പെട്ട് വീട്ടിൽ പോകരുത്. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചിരിച്ച് സന്തോഷിച്ച് അകത്തുള്ളി വേണം വീട്ടിൽ പോകാൻ. സ്വോത്രം, സ്വോത്രം. രാജാവിന്റെ പുത്രന്റെ കല്യാണത്തിന് വേണ്ടി പറയണം, ചെന്ന് എല്ലാവരോടും പറയും. ഞാൻ ഓർക്കുന്നത് നമ്മുടെ പാസ്റ്റേഴ്സിന്റെ എത്രയും നല്ല മീറ്റിങ്ങുകൾ നടത്തി പ്രസംഗിച്ചു. വേണം വീട്ടിൽ പോകാറുണ്ട്. പിന്നെ അവരിവിടെ വന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയാണ്. ഞാൻ പ്രിയപ്പെട്ട വിജയപ്രകാശ് പാസ്റ്റർക്കാണെങ്കിൽ ആരോഗ്യത്തിന് ഒത്തിരി പ്രശ്നമുണ്ട്. ഈ വാൻസിൽ കത്തുദാശി ഓർക്കുകയാണ്, ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്. എൻ്റെ സഹോദരനെയാണ് ക്ഷീണിച്ച് വളരെ പ്രയാസപ്പെട്ട് അകത്തിങ്ങനെ വിശ്രമിക്കുകയാണ്. വിശ്വല്ലോ, എങ്കിലും നിങ്ങളെ ഓർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ നോക്കിയാട്ടെ, ഈ ഇങ്ങനെ ഒരു ദാസന്മാരോട് പറഞ്ഞു പോയി എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ചിലർ പറഞ്ഞു, ചിലരിങ്ങനെ പറഞ്ഞു, ഞാനൊരു സ്ഥലം വാങ്ങിയിരിക്കുക, എനിക്ക് വരാനായിട്ട് വരാൻ പറ്റത്തില്ല. ഞാനത് നോക്കാൻ പോവാ, സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നോക്കാൻ പോവാന്ന് പറഞ്ഞു. ഓ, പിന്നെ വേറൊരാൾ പറഞ്ഞു, ഞാൻ കുറെ കാളെ വാങ്ങിച്ചിട്ടുണ്ട്, അത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് പോവുകയെന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുകയാണ്, എനിക്ക് വരാനായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള 3 കൂട്ടം ആൾക്കാരുണ്ട് അല്ലേ? ചിലർക്ക് ഇങ്ങനെ ഉപജീവന ചിന്തയാണ്. ചിലർക്ക് ഞായറാഴ്ചയും സഭായോഗത്തിന് പോലും വരാതെ പോകുന്നവരും എനിക്കറിയാം. ചിലർക്ക് ഉപജീവന ചിന്തയാണ്. ചിലർക്ക് തൊഴിൽ കാര്യമാണ്, തൊഴിലാഘോഷം. ചിലർക്ക് എങ്ങനെ നമ്മുടെ ജീവിത സുഖമാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന എനിക്ക് ഇതിലൊന്നും ജീവിത സുഖമായി ശ്രമം. ദൈവമക്കളെ, കർത്താവിനെ ശരിച്ച് സ്നേഹിച്ചാൽ ദൈവം നല്ല സുഖം ദൈവം തരും. നിന്റെ ബുദ്ധി കൊണ്ടുള്ള ചിന്തകൾ വിട്ടിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ഭൗതിക കാര്യത്തിന് വേണ്ടി ഓടുന്നതിനേക്കാൾ ഉപരിയായി മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി കരുതും. കേട്ടോ, ദൈവം നിനക്ക് വേണ്ടി കരുതും. എൻ്റെ അപ്പം മദ്യവെച്ചൊക്കെ നടന്ന കാലത്ത് എൻ്റെ വീട്ടിൽ ഉപജീവനത്തിന് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എൻ്റെ വീട് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. നക്ഷത്രങ്ങൾ അകത്തിരുന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ കാണാമായിരുന്നു. വെളിയിലിറങ്ങിയിട്ട് ശരിക്കും വെളിയിലിറങ്ങിയാൽ നോക്കിയാലും നക്ഷത്രം കാണാം, നോക്കിയാൽ വീടിനകത്തിരുന്നാലും നക്ഷത്രം കാണാം. അതായിരുന്നു എൻ്റെ വീടിൻ്റെ സാഹചര്യം. പക്ഷെ ദൈവം അതിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ചു, ഐശ്വര്യമായി ദൈവം അനുഗ്രഹിച്ചു. ദൈവം മാറ്റി, ദൈവം അനുഗ്രഹിച്ചു. അതാ ദൈവത്തിന്റെ അനുഗ്രഹം. നിന്റെ ബുദ്ധിയൊക്കെ വിട്, നിന്റെ ചിന്തകളൊക്കെ വിട്, സുഖലോലുകളൊക്കെ വിട്, നിന്റെ കണക്കൂട്ടുകൾ വിട്. മുഴങ്കാലിന്മേൽ ഇരിക്കാൻ തീരുമാനമെടുക്ക്, കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനമെടുക്ക്. അഭിഷക്തന്മാർ വീട്ടിൽ വരുമ്പോൾ സന്ദേശം കൊള്ളാൻ തീരുമാനമെടുക്ക്, തീരുമാനമെടുക്ക്. അവിടെ ദൈവം അനുഗ്രഹിക്കും. അതിനുവേണ്ടി ഒന്നും ഓടണ്ട. ഓടി ഓടി നീ തീരുകയല്ലാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. കേട്ടോ, 3 പേരും പറഞ്ഞു സോറി. അവർ വന്നിട്ട് ലാസ്റ്റ് ഒരു കാര്യം ഓർക്കണം. ഈ സന്ദേശം പറഞ്ഞു രാജാവിൻ്റെ അരികിൽ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ പുത്രനെ കല്യാണത്തിന് വേണ്ടി വിളിച്ചിട്ട് അവരാരും വന്നില്ല. അവർ പറഞ്ഞൊരു കാര്യം ഓർക്കണം, ചെന്നവർക്ക് അടി കൊടുത്തു. അങ്ങനെ വായിച്ചിട്ടില്ലേ? ഉപദ്രവിച്ചു. ഇന്നും ഇങ്ങനെ ഒരു കാര്യം ഓർക്കട്ടെ, ഇതിൻ്റെ ശരി കാര്യം മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവരുണ്ട്. സുവിശേഷത്തിൻ്റെ വാതിൽ അടച്ചു കളയുക. നീ ഇവിടെ വരണ്ട, ഇതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് അങ്ങനെയുള്ള ആകമാനമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പല പാസ്റ്റേഴ്സും ഇന്ന് ജയിലിൽ കിടക്കുന്ന എനിക്കറിയാം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് അങ്ങനെ ഉണ്ട്. നമ്മുടെ നാട്ടിലും ചിലപ്പോൾ വരാം. എന്നാൽ ദൈവത്തിനെ നീ ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവം നിന്നെ ഓർക്കും. ദൈവം നിന്നെ മാനിക്കും. യജമാനൻ ഇടപെടും. യജമാനൻ ഇടപെടുമെന്ന്, യജമാനന് വേണ്ടി നമ്മൾ നിന്നാൽ യജമാനൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്ന്. എത്ര ഭയങ്കരമായ ഒരു കാര്യമാണ് അല്ലേ? പിന്നെ പറഞ്ഞൊരു കാര്യം ഓർക്കണം. പിന്നെ അവരെ കാര്യം കൂടുതൽ അല്ലെങ്കിൽ ഉപദ്രവിച്ചു കളഞ്ഞപ്പോൾ വേറൊരു കൂട്ടരോട് പറഞ്ഞു, നീ ചെന്നിട്ട് പറയണം, കണ്ടവരോടെല്ലാം അകത്തു വരാൻ. രാജാവിന്റെ പുത്രന്റെ കല്യാണത്തിന് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. കുരുടരോട് പറ, നോക്കിയ രോഗികളോട് പറ, അല്ലെങ്കിൽ
യോഗ്യന്മാരല്ലാത്ത പലരോടും പറ, അവരോടെല്ലാം വരാൻ പറഞ്ഞു. വിശലോ അവരെല്ലാം വന്നു അല്ലേ? അവരോടെല്ലാം പറഞ്ഞു. അവർ വന്നപ്പോൾ ഇങ്ങനെ, അപ്പോൾ രാജാവ് ഒരു തീരുമാനമെടുത്തു. രാജാവ് വന്നിട്ട് ഇത് കാണാനായിട്ട് തീരുമാനമെടുത്തു പന്തിഭോജനത്തിൽ. വിശലോ ഞാൻ ഇതിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. സാധാരണ രാജാവിന്റെ കല്യാണത്തിന് അകത്ത് പറഞ്ഞെങ്കിൽ രാജാവിന്റെ ക്വാളിറ്റി കൊടുക്കും, ആ പദവി എത്തിക്കും, നല്ല വസ്ത്രം കൊടുക്കും, യോഗ്യത കൊടുക്കും, ചെരുപ്പ് തരും, കയ്യിൽ മോതിരം പിടിപ്പിക്കും, ഉന്നത നിലവാരത്തിലാക്കും, പണ്ടത്തെ സ്ഥിതിയൊക്കെ മാറ്റിയിട്ട് നിനക്കൊരു നല്ല സ്ഥിതി തരും. പക്ഷെ ഒരു കാര്യം, രാജാവ് ഒരാള് മാത്രം ആ ക്വാളിറ്റി ഇല്ലാതെ അകത്ത് വന്നിരിക്കുന്നു. കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നിരിക്കുന്നു. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്ത് വന്നു? ശ്വാസം അവന് ഒന്നും, അവൻ്റെ നാവിൽ നിന്നും ഒന്നും പറയാൻ വയ്യാതെ പോയി. അങ്ങനെയാ തിരുവഴുത്തെഴുതിയിരിക്കുന്നത്. സ്വോത്രം സ്വോത്രം. ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം അല്ലേ? ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാം. എന്തെല്ലാം കാര്യങ്ങൾ കൂടെ വേണേ ഉഴപ്പ് പറയാം, നമ്മുടെ വാക്കുകൊണ്ട് ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെ വന്നത്. വിശലോ വിശലോ വിശലോ. കല്യാണാവസരം ഉണ്ടോ? നീ രക്ഷിക്കപ്പെട്ടതാണോ? ഉറപ്പ് ജീവിതത്തിലുണ്ടോ? രക്ഷാവസരം ഞാൻ ധരിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ ഞാൻ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? അതോ എനിക്ക് അറിയാവുന്ന പറഞ്ഞ് നടക്കുകയാണോ? കൂട്ടായ്മയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥനയിലൊക്കെ സംബന്ധിക്കുന്നുണ്ട്, എനിക്ക് പരിചയമുണ്ട്, സുഹൃത്താണ്. വിശലോ വിശലോ. അങ്ങനെയാണോ? സ്നാനത്തെ കുറിച്ച് എനിക്കറിയാം, ക്ലാസ് എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്. സ്നാനപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് താമസിപ്പിക്കുന്നത്? സ്വർഗത്തിലെ സകലവിധ അധികാരവും നൽകപ്പെട്ട് യേശുവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് എന്തുകൊണ്ട് താമസിക്കുന്നു? എന്തുകൊണ്ട് താമസിക്കുന്നു? വചനത്തോട് നമുക്കൊരു ബന്ധമുണ്ടോ? വാക്കുകൾ കൊണ്ട് യാത്ര ചെയ്യുകയാണോ? ദൈവസേന വരുമ്പോൾ ശ്വാസം മുട്ടും, വാക്കുമുട്ടും, നേരെ നിൽപ്പാൻ കഴിയാതെ വരും, സങ്കടപ്പെടേണ്ടി വരും. ദൈവമേ, കർത്താവിനെ ശരിക്കും അറിഞ്ഞാൽ ദൈവമായി ജീവിക്കാൻ നീ സങ്കടപ്പെടേണ്ടി വരത്തില്ല, സങ്കടപ്പെടേണ്ടി വരത്തില്ല കേട്ടോ. സ്വോത്രം. കരങ്ങളിലേക്ക് സ്വോത്രം പറയാമോ? എല്ലാവരോടും ഞാൻ പറയാം, പെന്തിക്കോസ്തുകാരോട് രക്ഷിക്കപ്പെട്ടുള്ളത്, നിങ്ങളുടെ ചർച്ചയുള്ള പ്രിയപ്പെട്ട എന്നാ രക്ഷിക്കപ്പെട്ടത്? പാതിരാത്രി വിളിച്ചു ചോദിക്കും, പറഞ്ഞാൽ ഇന്ന ദിവസം രക്ഷിക്കപ്പെട്ടു. എന്നാ സ്നാനപ്പെടുന്നു ചോദിച്ചാൽ ഇന്ന ദിവസം സ്നാനപ്പെട്ടു. യേശുവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. അതിന് ഞാൻ മടി കാണിച്ചിട്ടില്ല. അതിന് ഞാൻ മാറി നിന്നിട്ടില്ല. കർത്തൃമേശ വരുമ്പോൾ മാറി നിൽക്കരുത്, കൂട്ടായ്മ വരുമ്പോൾ മാറി നിൽക്കരുത്. വാ മുട്ടുന്ന, ശ്വാസം മുട്ടുന്ന, മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. ഒരു രാജാവാ ചോദിക്കുന്നത്, നീ രാജാവിന്റെ മുമ്പിലാ നിൽക്കേണ്ടി വരുന്നത്. നാം ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും കേട്ടോ. ഞാൻ നിങ്ങൾ എല്ലാം ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും. നമ്മുടെ ഓട്ടത്തിനുള്ള പ്രതിഫലം, നമ്മുടെ അധ്വാനത്തിനുള്ള മറുപടി ദൈവം നമുക്ക് ഈ ദിവസങ്ങൾ നൽകുവാനായിട്ട്, അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് ഒരു ദിവസം സങ്കടപ്പെട്ട് നിൽക്കേണ്ടി വരില്ലേ? ലജ്ജിക്കാൻ അവസരം ഉണ്ടാകരുത്. തിറവോടെ നമുക്ക് നിൽക്കാം, തീഷ്ണതയോടെ നിൽക്കാം. ആത്മീയ കാര്യത്തിൽ തീഷ്ണതയും ഉത്സാഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തീഷ്ണതകൾ ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ വിശ്വസിയോടെ നിൽക്കാൻ ഇടയായിത്തീരട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, ഈ പ്രിയപ്പെട്ടവൻ എത്രയോ സങ്കടപ്പെടേണ്ടി വന്നു. അവന്റെ വാമുട്ടിപ്പോയി, അവന് പറയാൻ വയ്യാതെ വന്നു. നിങ്ങൾ ഓർക്കണം, എനിക്ക് തോന്നുന്നത് അവന്റെ ഭക്തിക്കൊക്കെ ചിന്തകൾ മാറിപ്പോയി. അവനൊരു ഭക്തനല്ലെന്ന് അവന് ബോധ്യപ്പെട്ടു. നിങ്ങൾ അറിയാലോ, അവനൊരു ദൈവനെ വായിച്ചു. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓർക്കണം,
നമ്മൾ അറിയുന്നതിന് വേണ്ടി വിശ്വസ്തയോട് നിൽക്കുന്നതായി ഇപ്പോഴും അനുഗ്രഹം. വിശ്വസോ അറിഞ്ഞതിന് വേണ്ടി നിങ്ങൾ ഓർക്കട്ടെ, ആ മനുഷ്യനോട് പറഞ്ഞു അവനെ എപ്പോഴും കൈയും കാലും കെട്ടി ആ ഇരുട്ടിലേക്ക് ഇടാൻ പറഞ്ഞല്ലേ. അങ്ങനെ ചെയ്യുന്നവർക്കുള്ള സ്ഥലം എവിടെയാ? നരകം. കേട്ടോ, സ്വതന്ത്രം കൽപ്പന അനുസരിക്കാതെ, കർത്താവിനോട് ആത്മാർത്ഥത കാണിക്കാതെ, നേരോടെ നിൽക്കാതെ, വിശ്വസ്തയോട് പോകാതെ നിൽക്കുന്നവർക്ക് വരുന്ന അപകട സ്ഥലമുണ്ട്. നിങ്ങൾ ഓർക്കണം, അപകട സ്ഥലമാണ് നിത്യ നരകം. വിശ്വലോ വിശ്വലോ കരങ്ങളിലേക്ക് സ്വതന്ത്രം പറയാമോ? അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ തീഷ്ണതയോടുകൂടെ, വളരെ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിപ്പാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഈ നാട്ടിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കാണുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളെല്ലാം നമുക്കൊക്കെ ചിലർക്ക് ചില ധാരണകളുണ്ട്. ഞാൻ തന്നെയുള്ളൂ, എനിക്കൊരു പ്രൊഫസർ തരാനാകില്ല, ഈ മാർഗത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശ്വസോ എത്ര പേർക്ക് ചുരുക്കത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ മനസ്സുണ്ട്? വിളിക്കപ്പെട്ടവർ അനേകരാ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. വിശ്വസോ നമുക്ക് ആ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തന്മാരായി, വിശ്വസ്തവതികളായി ദൈവത്തിനോട് നമുക്ക് നിൽക്കുവാനായിട്ട് ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കും. ചന്ദ്രികനെ നോക്ക്, മേശക്കിനെ നോക്ക്, അബേദ്നെഗോവിനെ നോക്ക്, ദാനിയേലിനെ നോക്ക്, യോസേഫിനെ നോക്ക്. എത്ര ഭക്തന്മാർ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ അതേ ഓടുവാനായിട്ട് ദൈവം കൃപ നൽകുവാനായിട്ടിരുന്നല്ലോ. നമുക്ക് ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നമുക്ക് നിൽക്കുവാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വതന്ത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു അപകടമുണ്ട്. മാറി മാറി ആത്മാർത്ഥത കാണിക്കാതെ ഉണ്ടെന്ന് പറഞ്ഞ് കർത്താവ് നോക്കുമ്പോൾ ഇല്ല, കല്യാണവസ്ത്രമില്ല. കേട്ടോ, അങ്ങനെ വരാൻ പാടില്ല. ഈ അറിഞ്ഞ ദൈവത്തെ നമുക്ക് സ്നേഹിച്ച് വിശ്വസ്തയോടുകൂടെ മുമ്പോട്ട് പോകാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ഓർക്കണേ, ഈ പള്ളിയിൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പാസ്റ്റർ ഞാൻ പറയാം. പാസ്റ്റർ പള്ളിയിലെ അച്ഛൻ്റെ കൂട്ടത്തിൽ നിന്ന് കുർബാനയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ധൂപമൊക്കെ വീശിക്കൊണ്ടിരുന്ന ആളാണ്, കുർബാനയെ സഹകരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു. വീട്ടിൽ തനി ഏകനായിട്ടാണ് വിശ്വാസത്തിലേക്ക് വന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കപ്പെട്ടിട്ടുണ്ട്, തനിയെ വിശ്വാസത്തിൽ നിന്നു. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സിൻ്റെ എല്ലാം ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം അനുഗ്രഹിക്കും. കർത്താവിനെ സേവിച്ചാൽ ദൈവം അനുഗ്രഹിക്കും. ഐശ്വര്യമായിട്ട് ദൈവം അനുഗ്രഹിക്കും. ഐശ്വര്യമായിട്ട് ദൈവം അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വേലയെ അനുഗ്രഹിക്കട്ടെ. ഈ വേലയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചുമൽ കൊണ്ട് നൽകാം. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഉത്സാഹിക്കണം കേട്ടോ, എല്ലാവരും ഉത്സാഹിക്കണം. നിങ്ങളുടെ ചർച്ചിന്റെ പുരോഗതിക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കണം. ഒരു പാവപ്പെട്ട അമ്മച്ചി എൻ്റെ വീടിന് വേണ്ടി മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് നിൽക്കുകയാണ്. ഞാൻ നേടിയിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെയും പങ്കാളിത്തം അമ്മച്ചിക്കുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരോടും സുവിശേഷം പറയണം കേട്ടോ, എല്ലാവരോടും പങ്കുവയ്ക്കണം. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഓർക്കുന്നുണ്ട്? ഈ നമ്മുടെ ഈ കാണുന്നതെല്ലാം വയലാണ്. നമ്മുടെ ഈ കാണുന്ന ദേശമെല്ലാം വയലാണ്. യേശു ഇല്ലാത്ത ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ അതൊരു വയലാണ്. യേശു ഇല്ലാത്ത ഒരു ജീവിതം അത് വയലാണ്. വയൽ നമ്മൾ പലപ്പോഴും അടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത് വെളുത്തതാണോ പരുവം തെറ്റിയതാണോ നമുക്കറിയത്തില്ല. അറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്നിലും നിങ്ങളിലും ഒരു കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്, ഒരു കൃപ ദൈവം നൽകിയിട്ടുണ്ട്, ഒരു താനന്ത ദൈവം നൽകിയിട്ടുണ്ട്. യേശുവിനെ നമ്മൾ രുചിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരാ. നമ്മൾ ആ രുചിച്ചറിഞ്ഞത് മറ്റുള്ളവർക്ക് കൊടുക്കാമെങ്കിൽ ദൈവം സഹായിക്കും.
ഞാൻ എൻ്റെ ഞങ്ങൾ രണ്ടുപേരുടെ കഴിഞ്ഞ ദിവസം ഒരു യാത്രയിലായിരുന്നു, ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പോയതായിരുന്നു. എരുമേലിയിൽ ഇപ്പോൾ വലിയ ഉത്സവം നടക്കുന്ന സമയമാണ് അല്ലേ? ഞാൻ പറയുന്നില്ല, അതിനെ വിശദീകരിച്ച് പറയുന്നില്ല, ഒച്ചയിലും പറയുന്നില്ല. എരുമേലിയിൽ നല്ല ഉത്സവം നടക്കുന്ന സമയമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവിടെ തോന്നി ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. ഞാൻ ആ കടയുടെ അടുത്ത് ഒരു ചായക്കട ചെന്നു. ചായക്കട ചെന്നു, ചായ കുടിച്ചു, കഴിക്കാനൊക്കെ വാങ്ങിച്ചു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനൊരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. ഞാൻ വൈഫിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് അത് ഫെബയുടെ കയ്യിൽ നിന്നുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് വേസ്റ്റ് കൊട്ടിലിട്ടു. അത് ഞാൻ കടക്കാരനോട് ബഹുമാനം നമ്മൾ കാണിക്കണം, മോശമെന്ന് പറയാൻ പാടില്ല, ബഹുമാനിക്കണം. ഞാൻ വളരെ ചിരിച്ചു, വളരെ സന്തോഷമായി പറഞ്ഞു. പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുത്തു. വിശദോ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ അകത്തൊരു വലിയ കുറ്റബോധം വന്നു. ആ കഴിച്ചതിനേക്കാൾ വലിയ മധുരം എൻ്റെ മനസ്സിലുണ്ടായിട്ട്, ഹൃദയത്തിലുണ്ടായിട്ട്, ഒരു വാക്ക് ആ മനുഷ്യനോട് പറയാതെ പോയത് എത്ര കുറ്റബോധമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ തിരിച്ചു വന്നു. ഞങ്ങൾ രണ്ടുപേരുടെ നിന്നു ആ പ്രിയപ്പെട്ടവരോട് വർത്താനം ഇങ്ങനെ പറഞ്ഞു, പേര് ചോദിച്ചു, സാഹചര്യം ചോദിച്ചു. ഞാൻ യേശുവിനെ അറിഞ്ഞൊരു ദൈവമില്ലാണെന്ന് പറഞ്ഞു. യേശുവിനെ നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. നിങ്ങളുടെയും എൻ്റെയും ആത്മാവ് മുഴു ലോകത്തേക്കാൾ വിലപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്തി കളയരുത്, ഇത് പറയാൻ ഞാൻ തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴാ മനുഷ്യൻ പറഞ്ഞൊരു കഥ എന്താണെന്നറിയാമോ? പാസ്റ്ററേ, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയല്ലോ. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇന്നലെ രാത്രി കൊണ്ട് എൻ്റെ കീമോയുടെ ലാസ്റ്റ് മൂമെന്റിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പ്രാണനെ ഓർത്ത് ഞാൻ വളരെ ദുഃഖിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയല്ലോ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കണ്ണുനിരോടെ പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും കണ്ടിട്ട് കാണാതെ പോകരുത്. വയലിനെ നമുക്ക് നോക്കണം, സ്നേഹിതനോട് പറയണം, സുഹൃത്തിനോട് പങ്കുവെക്കണം. മുടി ലോകത്തെക്കാൾ വിലപ്പെട്ട ആത്മാവിന്റെ വിലകൾ നമ്മൾ പങ്കുവെച്ചു കൊടുക്കണം. ഈ ചുരുക്കം ഗ്രൂപ്പിലേക്ക് അവരെ കൊണ്ടുവരണം. ഒരു സമയവും ദൈവങ്ങൾക്ക് കളയാനായിട്ടില്ല കേട്ടോ. ഓപ്പാറയിലുള്ള ആത്മീയ പ്രവർത്തനം വളരെ ശക്തമായി ചെയ്യുവാനായി നിങ്ങൾ അലാവോളം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ഒരു പുതിയ തീരുമാനം എടുക്കാൻ പറ്റും? നിങ്ങൾ തീരുമാനമെടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയ കേട്ടോ. നിങ്ങളുടെ ഭൗതിക മേഖലയെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. കർത്താവിന് വേണ്ടി അധ്വാനം തുടങ്ങുമ്പോ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോ, കർത്താവിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോ, അതിനനുസരിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുവാനായിട്ട് ഞാൻ വാക്കുകളിലൂടെ പരിവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. ഒരത്താഴത്തിലേക്ക് ക്ഷണിച്ചു, ഒരത്താഴത്തിലേക്ക് ക്ഷണിച്ചു, ഒരു വിരുന്നിലേക്ക് ക്ഷണിച്ചു. ലോകത്തിൽ രണ്ട് വിരുന്നാ ഉള്ളത്. ഒന്ന് സ്വർഗീയ സന്തോഷം അല്ലേ, മറ്റൊന്ന് നിത്യനാശം. നിത്യനാശം എങ്ങനെയാണ് നമുക്കൊരു സന്തോഷമായിട്ട് വിരുന്നായിട്ട് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാലസ്തീനിലെ കഴുകന്മാർ 3-4 മുട്ടയിട്ടുകൊണ്ടിരിക്കുക. പാലസ്തീനിലെ കഴുകന്മാർ 3-4 മുട്ടയിട്ടുകൊണ്ടിരിക്കുക. ലോകത്തിൽ ഒരു വലിയ അനർത്ഥം വരാൻ പോകുന്നു. മനുഷ്യരുടെ മാംസം അവൻ കൊത്തിപ്പറിച്ച് ആസ്വദിക്കുന്ന സുദിനത്തിലേക്ക് വരുന്നു. സ്വതന്ത്രം പ്രതിയോഗി സന്തോഷിക്കുന്ന സുദിനം വരുന്നു. എന്നാൽ ദൈവങ്ങൾ നിത്യതയിൽ സന്തോഷിക്കുന്നു. കുഞ്ഞാടിനോട് ചേർന്ന് കർത്താവിനെ നമ്മൾ മുഖാമുഖമായി കണ്ട് അവനെ സന്തോഷിച്ച് ആ മകൻ സന്തോഷത്തിൽ നമ്മൾ പങ്കാളിയാകാൻ പോകുകയാണ്. ആ ചിന്ത നമ്മെ ഈ ദിവസം ഭരിക്കപ്പെടട്ടെ. ആ ചിന്ത നമ്മെ ഭരിക്കപ്പെടട്ടെ. ലോകത്തിലെ വലിയ വിരുന്നിൽ നമ്മൾ ചിന്തിയാടരുത്. ലോകത്തിലെ സുഖത്തിൽ ചിന്തിയാടരുത്. നിന്റെ കാഴ്ചപ്പാടുകളും കണക്കുകളും വിട്ടിട്ട്, ചിന്തകൾ വിട്ടിട്ട് കേട്ടോ, ഈ ലോകത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ വിട്ടിട്ട് ദൈവത്തിന്റെ വെളിയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നിത്യതയിൽ നമുക്ക് സന്തോഷമുണ്ട്, ഇവിടെ നമുക്ക് സന്തോഷമുണ്ട്. സകല ബുദ്ധിയുടെ ദിവ്യ സമാധാനങ്ങളുടെ ദൈവമേ നിറച്ച് ശ്രേഷ്ഠമായി നടത്തുവാനായിട്ട് ദൈവം വിശ്വസ്തനാണ്. അതിലേക്ക് ഒരുപാട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വാക്കുകളെ പര്യവസാനിപ്പിക്കുന്നു. ഇവിടെയുള്ള സഭയും പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററോടും സഭയോടും എല്ലാ ഹൃദയങ്ങളും നന്ദി പറയുന്നു. എല്ലാ കർത്തൃദാസന്മാരും നന്ദി പറയുന്നു. തണുപ്പ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഞാൻ ആ കാര്യം കൊണ്ട് പര്യവസാനിപ്പിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. നമുക്ക് നല്ല തീരുമാനത്തോടെ പോകാം. സ്തോത്രം.
എത്ര പേർക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയും? കരങ്ങളുയർത്തി സ്തോത്രം പറയാമോ? കരങ്ങളുയർത്തി സ്തോത്രം പറയാമോ? ഈ നാളുകളിൽ ഞാൻ കർത്താവിനെ കുറിച്ച് കൂടുതൽ എന്റെ സമയങ്ങൾ ചെലവിടുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു ഗ്രാമം ദത്തെടുക്കാൻ മനസ്സുണ്ടോ? സ്നേഹിതരെ നേടാനായിട്ട് മനസ്സുണ്ടോ? ഇടിവിൽ നിന്ന് പ്രാർത്ഥന കൂട്ടാൻ മനസ്സുണ്ടോ? സ്വതന്ത്രം. അതോ നമ്മുടെ ഉപജീവന ചിന്തകൾ, നമ്മുടെ കാള, നമ്മുടെ നിലം, നമ്മുടെ ഉപജീവന ചിന്ത, അതിനാണ് കൂടുതൽ സമയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തായിട്ടുള്ള വലിയ സന്തോഷത്തിന് നമുക്ക് സമയം കൊടുത്ത് തിരുക്കത്തോടെ യാത്ര ചെയ്യാം. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.